പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ സുരേഷ് അരീക്കോട്, മുകുളം മലയാളം. ഇന്നത്തെ മലയാളം സെക്കൻഡ് പേപ്പർ താരതമ്യേന എളുപ്പമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾ എല്ലാവർക്കും ഒരു മികച്ച സ്കോർ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ വീഡിയോയിൽ ഈ ചോദ്യപേപ്പറിലെ പ്രധാനപ്പെട്ട ഉത്തര സൂചനകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യം, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ. ഓണമുറ്റത്ത് എന്ന കവിതയിൽ നിന്ന് എടുത്തതാണ്. കവിതയിൽ പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? കവിയെ എന്നാണ് ശരിയായ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിന്റെ ആ ചിരബന്ധുവിന്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു. കൊച്ചു ചക്കരിച്ചിയിലെ ഒരു ഭാഗമാണ്. ചിരബന്ധു എന്ന പദത്തിന് പാഠസന്ദർഭത്തിലുള്ള അർത്ഥം എന്ത്? ദീർഘകാലമായുള്ള ബന്ധു എന്നാണ് ശരി ഉത്തരമായി തിരഞ്ഞെടുക്കാൻ. മൂന്നാമത്തെ ചോദ്യം, മതമേതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി എന്ന സുപ്രസിദ്ധമായ ഗുരുവചനത്തിൽ മനുഷ്യ നന്മയ്ക്കാണല്ലോ പ്രാധാന്യം. ഗുരുവചനം എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം ഏത്? ഗുരുവിന്റെ വചനം എന്നാണ് ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം, അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു. പ്ലാവിലക്കഞ്ഞി. കോരന്റെ ഹൃദയത്തെ നോവിച്ച അപരാധബോധത്തിന്റെ കാരണം എന്തായിരുന്നു? വൃദ്ധപിതാവിനെ തകഴിയിൽ തനിച്ചാക്കി മറുനാട്ടിൽ പോയതാണ് കോരനെ അപരാധബോധം ഉണ്ടാക്കിയത്. അഞ്ചാമത്തെ ചോദ്യം, ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണേ. റേഡിയോയുടെ പിന്നിൽ നോക്കിയാൽ അറിയാം ഒരു കുട്ടിയുടെ പടം. ചാക്കുണ്ണിയുടെ ഈ വാക്കുകളിൽ പ്രകടമാകുന്നത് എന്ത്? റേഡിയോ ശരിക്കും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിലോ എന്ന ആശങ്ക. 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് 2-3 വാക്യത്തിൽ ഉത്തരം എഴുതുക. 6, ചുവടെ നൽകിയ വാക്യത്തിൽ ഉചിതമായ ചിഹ്നങ്ങൾ ചേർക്കുക. ഇവിടെ നമ്മളെ ഓരോ വിളിയും കാത്ത് എന്ന പാഠഭാഗത്തെ ഒരു വാക്യമാണ് തന്നിരിക്കുന്നത്. ഉദ്ധരണി കൊട്ടേഷൻ കൊടുക്കാനുണ്ട്, സ്റ്റോപ്പ് ഇടാനുണ്ട്, അവസാനം അപൂർണമായി നിൽക്കുന്ന ഒരു വാക്യം എന്ന രീതിയിൽ ചെയ്യാനുണ്ട്. കൃത്യമായി ചെയ്യുന്നവർക്ക് 2 മാർക്ക് കിട്ടും. 7ാമത്തെ ചോദ്യം, നെപ്പോളിയൻ തുറന്നു പറഞ്ഞു, ബയണറ്റിനേക്കാൾ ഞാൻ പേടിക്കുന്നത് പത്രത്തെയാണ്. ബയണറ്റിന്റെ മൂർച്ച ഭയങ്കരമാണ്, അതിനേക്കാൾ മൂർച്ചയാണ് പത്രത്തിന്. അപ്പോൾ 7ാമത്തെ ചോദ്യത്തിന് 2 സൂചനകൾ എഴുതണം. നെപ്പോളിയനെ കുറിച്ചുള്ള പരാമർശമാണ് സുമാർ അഴീക്കോട് പത്രനിധി എന്ന ഈ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വേച്ഛാധിപതി പോലും പത്രവാർത്തകളെ ഭയക്കുന്നു. പത്രങ്ങൾ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന മഹാശക്തികളാണ് എന്നിങ്ങനെ 2 സൂചനകൾ എഴുതിയാൽ മതി. 8ാമത്തെ ചോദ്യം, കൊച്ചു ചക്കരച്ചി എന്ന ഉപന്യാസത്തിൽ ലേഖകൻ കൊച്ചു ചക്കരച്ചിക്ക് നൽകിയ ഏതെങ്കിലും 2 മനുഷ്യഭാവം എഴുതുക. മനുഷ്യഭാവം, പ്രകൃതിയിൽ മനുഷ്യഭാവം കൽപ്പിക്കുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതില് കൊച്ചു ചക്കരിച്ചിയെ വൃദ്ധമുത്തശ്ശി എന്ന് പറയുന്നത്, അതുപോലെ അധീശ്വരി എന്ന് പറയുന്നത്, കുലശ്രേഷ്ഠകൾ എന്ന് വിളിക്കുന്നത്, അവൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത്, ഇതൊക്കെ കൊച്ചു ചക്കരിച്ചിക്ക് നൽകിയ മനുഷ്യഭാവത്തിന് ഉദാഹരണങ്ങളാണ്. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാകും. 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതണം. 9, പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. സാമുവൽ ബട്ട്ലറിന്റെ ഈ പ്രസ്താവനയെ സമകാലിക സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ സാമുവൽ ബട്ട്ലറുടെ പ്രസ്താവനയുടെ പൊരുൾ കണ്ടെത്തണം. പത്രങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടത് പറയണം. നീതിയുടെ പക്ഷത്ത് നിന്ന് പത്രങ്ങൾ അകന്നു പോയതിനെ പറ്റി പറയണം. അതുകൊണ്ട് തന്നെ പത്രത്തിൽ വരുന്ന വാർത്തകൾ ജനങ്ങളെ അവിശ്വസിക്കാൻ പഠിപ്പിക്കുന്നു എന്ന് സാമുവൽ ബട്ട്ലർ പറയുന്നു. ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള അവതരണം. ഇത്രയാണ് ഈ ഉത്തരത്തിൽ ചേർക്കേണ്ടത്. 10ാമത്തെ ചോദ്യം, ഏതുമുറങ്ങാതെമ്പാടും വയലേലകൾ തോറും നടുവിൽ പൊൽക്കിഴി എരിയും വെള്ളിത്താലം എടുത്തു നിരന്നു ലസിപ്പു നെയ്യാമ്പലുകൾ. ഓണമുറ്റത്ത് എന്ന കവിതയിലെ വരികളാണ്. വരികളിലെ കാവ്യഭംഗി വിശദമാക്കുക. ഇവിടെ ഓണത്തെ വരവേൽക്കാൻ നെയ്യാമ്പലുകൾ ഒരുങ്ങി നിൽക്കുന്നതാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഉറങ്ങാതെ വെള്ളിത്താലം എടുത്തു നിൽക്കുന്നു. മനുഷ്യഭാവം കൽപ്പിച്ചിട്ടുണ്ട്. താലപ്പൊലി ഏന്തി നിൽക്കുന്നത്. നെയ്യാമ്പൽ പൂക്കളെ എരിയുന്ന പൊൽക്കിഴിയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. നിലാവ് തട്ടി തിളങ്ങുന്ന നെയ്യാമ്പലിന്റെ ഇലയാണ് വെള്ളിത്താലമായി കൽപ്പിച്ചിരിക്കുന്നത്. വയലേലകൾ തോറും ശോഭിച്ച് അല്ലെങ്കിൽ വിലസി നിൽക്കുന്ന നെയ്യാമ്പലുകൾ എന്ന്
പരാമർശിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള 4 സൂചനകളാണ് നിങ്ങൾ ചേർക്കേണ്ടത്. 11ാമത്തെ ചോദ്യം, ഒരു ചട്ടിയുടെ ഇരുവശമായി ഭാര്യയും ഭർത്താവും ഇരുന്നു. അടുപ്പിലെ എരിത്തീയുടെ വെളിച്ചത്തിൽ അവർ കഞ്ഞി കുടിച്ചു. എടി കള്ളി, നീ അത് ഒളിപ്പിച്ചു വച്ചിരുന്നോ? പ്ലാവിലക്കഞ്ഞി. ഊഷ്മളമായ സ്നേഹബന്ധങ്ങളുടെ ഇത്തരം ചിത്രങ്ങൾ പ്ലാവിലക്കഞ്ഞി എന്ന നോവൽ ഭാഗത്തെ ഹൃദ്യമാക്കുന്നത് എങ്ങനെയെല്ലാം? നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. അപ്പോൾ ഇവിടെ സ്നേഹബന്ധങ്ങളുടെ ഊഷ്മളതയാണ്, അതിന് പാഠസന്ദർഭങ്ങൾ എടുത്തെഴുതുകയാണ് വേണ്ടത്. ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് അതിജീവിക്കുന്ന കുടുംബം ആണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ചിരുത അപ്പനോടും കോരനോടും കാണിക്കുന്ന പ്രത്യേക സ്നേഹം, കോരൻ വയറിൽ സുഖമില്ലെന്ന് പറഞ്ഞ് കിടക്കുന്നത്, ചിരുത കോരനെ പിറ്റേന്നേക്ക് കഞ്ഞി എടുത്ത് മാറ്റി വെക്കുന്നത്, അതുപോലെ തന്നെ കഞ്ഞി വെച്ച് അപ്പനെ കോരി കോരി കുടിപ്പിക്കുന്നത്, അപ്പൻ്റെ ദയനീയാവസ്ഥ, കുറ്റബോധം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അപ്പൻ്റെ വയറ് നിറച്ച് ജീവിതത്തിലെ കടം വീട്ടണമെന്നുള്ള ആ മകന്റെ ഒരു തീരുമാനം, ഇതൊക്കെ ഊഷ്മളമായ ബന്ധങ്ങളുടെ സൂചനകളായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ്. 12ാമത്തെ ചോദ്യം, അച്ഛൻ കിടന്നിരുന്ന മുറി ശൂന്യമായതോടെ അമ്മ പലപ്പോഴും മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു. ഒരു വിളിക്ക് വേണ്ടി എന്നും കാതോർക്കുന്ന അമ്മ ഇപ്പോൾ അതില്ലാതായതോടുകൂടി ഉടനെ വാർദ്ധക്യത്തിന്റെ നിസ്സഹായതയിലേക്ക് അമ്മ വഴുതി വീണതുപോലെ. മൗനത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു, നിസ്സഹായതയിലേക്ക് വീഴുന്നത് പോലെ എന്നീ പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തെ ഭാവതീവ്രമാക്കുന്നത് എങ്ങനെ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇവിടെ അമ്മയുടെ അവസ്ഥകളെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അച്ഛനും അമ്മയും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധത്തിന്റെ ചിത്രമാണ് ഓരോ വിളിയും കാത്ത് എന്ന കഥയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അച്ഛന്റെ മരണം അമ്മയെ ശാരീരികമായും മാനസികമായും അവശതയിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട്. അച്ഛനില്ലാത്ത മുറിയിലേക്ക് നോക്കി അമ്മ മൗനമായിരിക്കുന്നത് മകന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വാർദ്ധക്യത്തിന്റെ അവശതകൾ മറന്ന് അച്ഛന്റെ ഓരോ വിളിക്കും പിന്നാലെ ഓടിയെത്തിയിരുന്ന കാലം അമ്മയ്ക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛന്റെ മരണം തീർത്ത വിടവ് കൂടുതൽ നിസ്സഹായമായ ഒരു അവസ്ഥയിലേക്ക് അമ്മയെ എത്തിച്ചു. അച്ഛൻ മരിച്ചിട്ടും വീട്ടിൽ കഴിയുന്ന അമ്മയുടെ നിസ്സഹായമായ അവസ്ഥകൾ കഥയെ കൂടുതൽ ഭാവതീവ്രമാക്കാൻ സഹായിക്കുന്നുണ്ട്. 13ാമത്തെ ചോദ്യം, പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാൻ മൂപ്പരെ? ഞാൻ അങ്ങനെയായിരുന്നു. തയ്ക്കുന്ന സമയത്ത് പാട്ടും നാടകവും ശബ്ദരേഖയും ഒക്കെ കേൾക്കും. ബട്ടൺ തുന്നുമ്പോൾ പ്രാദേശിക വാർത്ത, വക്കടിക്കുമ്പോൾ വയലും വീടും. പണയം. കഥയിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് റേഡിയോ ചാക്കുണ്ണിയുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം വ്യക്തമാക്കുക. അപ്പൊ 13ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വരേണ്ടതാണ്, റേഡിയോ ചാക്കുണ്ണിയുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയതിന്റെ കുറെ സൂചനകളാണ് പറയേണ്ടത്. ജീവിതത്തിന്റെ ഭാഗമായി റേഡിയോ മാറുന്നത്, പല ത്യാഗങ്ങൾ സഹിച്ചാണ് അദ്ദേഹം റേഡിയോ സ്വന്തമാക്കുന്നത്. കുട്ടികളോടൊപ്പം റേഡിയോ പരിപാടികൾ ആസ്വദിച്ചത്, സന്തോഷിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതക്രമം തന്നെ റേഡിയോയിലെ പരിപാടികളെ അടിസ്ഥാനമാക്കി മാറുകയായിരുന്നു. റേഡിയോ പണയം വെച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ ജോലിയിലുള്ള ശ്രദ്ധ പാളുന്നു. തുണികളുടെ അളവ് തെറ്റി അടിക്കുന്നത്, റേഡിയോ കുട്ടികളെ പോലെ നോക്കേണ്ട സാധനമാണെന്ന് മത്തായിയെ ഓർമ്മിപ്പിക്കുന്നത്, ഇതൊക്കെ ചാക്കുണ്ണിക്ക് റേഡിയോയുള്ള അടുപ്പം അല്ലെങ്കിൽ അടുത്ത ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. 14ാമത്തെ ചോദ്യം, മതം ഏതായാലും കൊള്ളാം, മനുഷ്യൻ നന്നായാൽ മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്. ശ്രീനാരായണ ഗുരുവിന്റെ ഈ സന്ദേശങ്ങളുടെ കാലിക പ്രസക്തിയെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. 14ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട്, മതത്തിനല്ല പ്രാധാന്യം, മനുഷ്യനാണ് പ്രാധാന്യം കൽപ്പിച്ചത്. മനുഷ്യൻ നന്നായാൽ എല്ലാം നന്നാകും എന്ന ആശയം സമൂഹത്തിന് നൽകുകയാണ് ശ്രീനാരായണ ഗുരു ചെയ്യുന്നത്. ജാതീയമായ വേർതിരിവുകൾ നിറഞ്ഞു നിന്ന ഒരു കാലത്ത് ഗുരുദർശനങ്ങൾ സമൂഹത്തിന് വഴികാട്ടിയായിട്ടുണ്ട്. ഒരു സമൂഹത്തിനോ ഒരു വിഭാഗത്തിനോ വേണ്ടി അദ്ദേഹം നിലകൊണ്ടില്ല, മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ടു. സന്ദേശങ്ങളുടെ കാലിക പ്രസക്തി, അതായത് ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങൾ, അത് കൂടി വരുന്ന പശ്ചാത്തലം, ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഉത്തരമാണ് ഇതിന് നിങ്ങൾ എഴുതേണ്ടത്. 15ാമത്തെ ചോദ്യം, മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന സ്നേഹവും കരുതലും അവർക്ക് തിരിച്ചു ലഭിക്കുന്നുണ്ടോ? അമ്മത്തൊട്ടിൽ എന്ന കവിതയുടെ ആശയവും സമകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് വാർദ്ധക്യം നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഉപന്യാസമാണ് ഉത്തരമായി വരേണ്ടത്. വാർദ്ധക്യം നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നാണ് തലക്കെട്ട് കൊടുക്കേണ്ടത്. ആമുഖം വേണം,
വിഷയവുമായി ബന്ധപ്പെട്ട ഉള്ളടക്കം വേണം. അതുപോലെ നല്ലൊരു ഉപസംഹാരം അവസാനിപ്പിക്കലും ചേർത്തുകൊണ്ട് ഉപന്യാസം എഴുതുക. ഇതിൽ ചേർക്കാവുന്ന പ്രധാനപ്പെട്ട മൂല്യാംശങ്ങൾ: വാർദ്ധക്യം നേരിടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ വർദ്ധിച്ചു വരുന്നത്, അമ്മത്തൊട്ടിൽ എന്ന കവിത, അതിൽ മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ അനുയോജ്യമായ സ്ഥലം തിരയുന്നത്, മകനില് പിന്നീടുണ്ടാകുന്ന കുറ്റബോധം, അതായത് തൻ്റെ അമ്മ സഹിച്ച ത്യാഗങ്ങൾ മകൻ തിരിച്ചറിയുന്നുണ്ട്, സ്നേഹവും കരുതലും ലഭിക്കാതെ പോകുന്ന വാർദ്ധക്യത്തിൻ്റെ അവസ്ഥ, സ്വത്തിനു വേണ്ടിയും പണത്തിന് വേണ്ടിയും വൃദ്ധരായ മാതാപിതാക്കളെ തെരുവിൽ ഉപേക്ഷിക്കുന്ന വാർത്തകൾ നമ്മൾ സ്ഥിരമായി കേൾക്കുന്നതാണ്. അതുപോലെ തന്നെ പണമുണ്ടെങ്കിലും വാർദ്ധക്യത്തിൽ രക്ഷിതാക്കൾക്ക് കൂട്ടുനിൽക്കാതെ ജോലിയുടെയും മറ്റും ഭാഗമായിട്ട് വിദേശങ്ങളിലേക്ക് ചേക്കേറിയ മക്കൾ വൃദ്ധരായ മാതാപിതാക്കളെ അനാഥാലയങ്ങളിൽ കൊണ്ട് തള്ളുന്നത്. അതുപോലെ തന്നെ ഇന്ന് നാം തിരിച്ചറിയേണ്ട അമ്മമാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ ഉറങ്ങേണ്ടത് വൃദ്ധസദനങ്ങളിലല്ല എന്നൊരു തിരിച്ചറിവ് സമൂഹത്തിന് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മാനവിക മൂല്യങ്ങൾ, പണത്തിനും അപ്പുറം മാനവിക മൂല്യങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ 16ാമത്തെ ചോദ്യം: ആ പൂവൻകോഴി ഒരു വിപ്ലവം അഴിച്ചുവിട്ടു. ആ രാത്രി അത് മത്തായിയുടെ തലച്ചോറിനെ ചികയുകയും മാന്തുകയും കൊത്തിപ്പറിക്കുകയും ചെയ്തു. തൊട്ട വീട്ടിൽ പാർക്കുന്ന ശത്രുക്കൾക്ക് എന്തെല്ലാം ഉപദ്രവങ്ങളാണ് ചെയ്യാൻ കഴിയുക, അതൊക്കെ ചെയ്യും മത്തായി. അങ്ങനെ മുകളിൽ നിന്ന് കീഴോട്ട് ഊർന്നിറങ്ങുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായും അയൽക്കാരായി പാർത്തു, കോഴിയും കിഴവിയും. സൂചനകൾ, പാഠഭാഗത്തിലെ ആശയം, മറ്റു പ്രസക്ത സന്ദർഭങ്ങൾ, സമകാലിക പ്രസക്തി എന്നിവ ഉൾപ്പെടുത്തി കോഴിയും കിഴവിയും എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മൊത്തം കഥയെ മനസ്സിലാക്കിക്കൊണ്ട് എഴുതേണ്ട ഒരു ഉത്തരമാണ്. അല്പം ആലോചിച്ച് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ ഉത്തരമായിട്ട് ചേർക്കുകയാണെങ്കിൽ, കളങ്കമില്ലാത്ത ജനങ്ങളും നന്മ സൂക്ഷിക്കുന്നവരുമായ പഴയകാല ഗ്രാമീണ ജീവിതം, അയൽപ്പക്ക ബന്ധങ്ങളുടെ ഊഷ്മളത, മത്തായി മാർക്കോസും അയൽക്കാരായി പാർത്തത്, മത്തായിയുടെ വളർച്ചയുടെ പിന്നിൽ മാർക്കോസിന്റെ കുടുംബം അല്ലെങ്കിൽ മാർക്കോസിന്റെ അപ്പന്റെ ഒരു വിശാല മനസ്കത ഉണ്ടായിരുന്നത്, അതെല്ലാം മറന്ന് മത്തായി മാർക്കോസിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്, ഏറുകൊണ്ട് ചത്ത മത്തായിയുടെ കോഴി കലഹത്തിന് കാരണമായത്, മാർക്കോസിനെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്ന മത്തായി, മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മത്തായിയുടെ അമ്മയുടെ സമയോചിതമായ ഇടപെടൽ കള്ളക്കേസിൽ നിന്ന് മാർക്കോസിനെ രക്ഷിക്കുന്നത്, അമ്മയുടെ ഇടപെടലിൽ നിന്ന് നാട്ടുനന്മകൾ മരിച്ചിട്ടില്ല, അന്യമായിട്ടില്ല എന്ന് കഥാകൃത്ത് നമ്മോട് പറയുന്നത്. ഇത്തരം നിസ്സാര സംഭവങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാലിക പ്രാധാന്യം ഒന്ന് സൂചിപ്പിക്കണം. പിന്നെ കഥയിൽ വരുന്ന ഇഷ്ടപ്പെട്ട പ്രയോഗങ്ങൾ, സന്ദർഭങ്ങളൊക്കെ ഒന്ന് എടുത്തെഴുതുക. അതുപോലെ തന്നെ ആസ്വാദനാംശങ്ങൾ ചേർത്തുകൊണ്ട് ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കുക. ഒരു ആസ്വാദനക്കുറിപ്പാണ് ഉത്തരമായിട്ട് വരേണ്ടത്. 17ാമത്തെ ചോദ്യം: സംസ്കാര വിജ്ഞാനവും ഫലപ്രദമായി പകർന്നു തരാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ സാധിക്കൂ. മുകളിൽ നൽകിയ പ്രസ്താവനയും അമ്മയുടെ എഴുത്തുകൾ എന്ന കവിതയുടെ ആശയവും സമകാലിക അവസ്ഥയും വിശകലനം ചെയ്ത് മാതൃഭാഷയും മലയാളി എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. അപ്പോൾ ഉത്തരമായി വരേണ്ടത് ഒരു മുഖപ്രസംഗം അല്ലെങ്കിൽ എഡിറ്റോറിയലാണ്. എഡിറ്റോറിയലിന്റെ ഘടന പാലിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഒരു വിഷയം, അതായത് മാതൃഭാഷയും മലയാളിയും എന്ന ഒരു തലക്കെട്ട് കൊടുക്കുക. ആമുഖ പാരഗ്രാഫായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട നല്ലൊരു തുടക്കം കൊടുക്കുക. പിന്നെ വിഷയത്തിൻ്റെ വളർച്ച ചെറിയ ഗണ്ണികളായിട്ട് കൊടുക്കുക. അവസാനം നല്ലൊരു നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടേതായ കാഴ്ചപ്പാടുകളൊക്കെ വെച്ചുകൊണ്ട് അവതരിപ്പിക്കുക. അപ്പോൾ ഈ ചോദ്യത്തിൽ ചേർക്കാവുന്ന പ്രധാനപ്പെട്ട മൂല്യാംശങ്ങൾ, ഒരു പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാതാവിൻ്റെയും മാതൃഭാഷയുടെയും മഹത്വം ഉദ്ഘോഷിക്കുന്ന കവിതയാണ് മധുസൂദനൻ നായരുടെ അമ്മയുടെ എഴുത്തുകൾ. അമ്മയുടെ എഴുത്തുകളിൽ വാത്സല്യം, സാരോപദേശം, പ്രാർത്ഥന, വീട്ടുവഴക്കുകൾ, നാട്ടുവർത്തമാനങ്ങൾ, മരുന്നുകുറിപ്പുകൾ, അതുപോലെ കാർഷികമായ അറിവുകൾ, ഇതെല്ലാം പകർന്നു നൽകുന്ന എഴുത്തായിരുന്നു. മാതൃഭാഷയെ സൂചിപ്പിക്കുന്ന തായ്മൊഴി, തായ് മനസ്സ്, തായ് ചൊല്ല് തുടങ്ങിയ പ്രയോഗങ്ങൾ കവിതയിൽ കടന്നു വരുന്നുണ്ട്. അമ്മയുടെ എഴുത്തിൻ്റെ മൊഴിച്ചന്തങ്ങൾ മകന് കൃത്യമായും ബോധ്യപ്പെടുന്നുണ്ട്. അത് കത്തുകൾ തന്നോട് സംസാരിക്കുന്ന ചിത്രലേഖനങ്ങളായിട്ടാണ് മകന് അനുഭവപ്പെടുന്നത്. അതേസമയം പുതുതലമുറയിൽ കുട്ടികൾ മാതൃഭാഷയിൽ എഴുതിയ എഴുത്തുകൾ തൊട്ട് അശുദ്ധി ആകുന്നതിനെ കുറിച്ച് ഭാര്യ പറയുന്നുണ്ട്.
മലയാളത്തിലുള്ള എഴുത്തുകൾക്ക് അയിത്തം കൽപ്പിക്കുന്ന പുതുതലമുറയുടെ പ്രവണത, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയോടുള്ള അമിതമായ ഒരു ആദരവ്, അമ്മയിൽ നിന്ന് അകലുന്ന കുട്ടികൾ മാതൃഭാഷയിൽ നിന്നും അകലുന്നു. അമ്മ തന്നെയാണ് മാതൃഭാഷ എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകത. അമ്മ വിളമ്പി തരുന്ന ഭക്ഷണം പോലെ മലയാളിക്ക് സംസ്കാരവും വിജ്ഞാനവും കൃത്യമായി പകർന്നു തരാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയൂ എന്ന രീതിയിലുള്ള ഒരു അവസാനിപ്പിക്കൽ, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ള ഒരു ഉപസംഹാരവും കൊടുത്ത നല്ല ഒരു മുഖപ്രസംഗമാകും. പ്രധാനപ്പെട്ട ഒരു 5-6 മൂല്യാംശങ്ങൾ ചേർക്കുക. നിങ്ങളെല്ലാവരും പരീക്ഷ വളരെ നന്നായി എഴുതിയിട്ടുണ്ടാവും. എല്ലാവർക്കും ഒരു മികച്ച സ്കോർ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.